നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ ഹൈക്കോടതി നിശ്ചയിച്ച പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണവും പരിശോധനയും നടക്കണമെന്നുമാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാലത്തും കുറ്റവാളികളെ സംരക്ഷിക്കില്ല. ആര് തെറ്റു ചെയ്താലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതിയാണ് തങ്ങൾക്കുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണവും കുറ്റമറ്റ രീതിയിൽ നടക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതേസമയം CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ചില ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അതിനു പിന്നിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ മറുപടി പ്രസംഗം ഇങ്ങനെയാണ്. സ്പീക്കർ അങ്ങേയറ്റത്തെ സംയമനത്തോടെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത്. 2 ദിവസമായി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. ആ 2 ദിവസവും ഒരു തരത്തിലുള്ള പ്രകോപനവും ഭരണപക്ഷത്തു നിന്ന് ഉണ്ടായില്ല. സഭ നടത്തിക്കൊണ്ടുപോകാൻ സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത്. തുടർച്ചയായ സ്പീക്കറുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ സീറ്റിൽ ഞങ്ങളാരും അങ്ങയുടെ മുഖം കാണാത്ത രീതിയിൽ മറച്ചു പിടിക്കുന്നത് പ്രതിപക്ഷം ബോധപൂർവം ചെയ്തതാണ്. ബോധപൂർവം അങ്ങേ സഭയുടെ മുന്നിൽ നിന്ന് മറയ്ക്കുകയായിരുന്നു. കേരളത്തിൽ ഇതിനു മുൻപ് ഈ രീതിയിൽ നടന്നിട്ടില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായി പലതരത്തിലുള്ള പാർലമെന്ററി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ സ്പീക്കറെ പൂർണ്ണമായും സഭയുടെ ദൃശ്യങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനം ഏതെങ്കിലും പ്രതിപക്ഷം നടത്തിയതായി ഇതേവരെ കണ്ടിട്ടില്ല. പ്രതിഷേധത്തിന്റെ രൂപത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് സമവായമുണ്ടാക്കുവാനുള്ള ശ്രമമാണ് സ്പീക്കർ ഇന്ന് നടത്തിയത്. അതിന്റെ ഭാഗമായാണ് അങ്ങ് രാവിലെ 8:30 എല്ലാവരും വിളിച്ചത്. 8:30 ഞങ്ങളെല്ലാം അവിടെ എത്തിയപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ആരും വന്നില്ല. അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞത്. അത് വ്യക്തമായ സന്ദേശമാണ്. ഒരു തരത്തിലുമുള്ള സമവായത്തിനും തയ്യാറാകുന്നില്ലെന്നാണ് അവർ നൽകുന്ന സന്ദേശം. ഈ സഭയിൽ 2 ദിവസം സഭാ നടപടികളാകെ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം. സർ, അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് ആവശ്യമെന്ന്. അവർ ഇതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ? എന്താണ് അവർ ഭയപ്പെടുന്നത്? അവർ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാനും മറുപടി പറയുവാനും ഞങ്ങൾ തയ്യാറാണല്ലോ. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അവർ ഇവിടെ ഉയർത്തിയ ചില ബാനറുകളിൽ കാണാൻ കഴിഞ്ഞു. സഭയിൽ ഭയമെന്ന അത് അവർക്കുള്ള ഭയമല്ലേ? ആ ഭയത്തിന്റെ ഭാഗമായല്ലേ അവർ ഇവിടെ ഒരു പ്രശ്നം ഉന്നയിക്കാതിരുന്നത്? ഉന്നയിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാം, അടിയന്തര പ്രമേയമാകാം, ശ്രദ്ധ ക്ഷണിക്കലാകാം, സബ്മിഷനാകാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഇതേവരെ സ്വീകരിക്കുവാൻ അവർ തയ്യാറായോ? എന്താണ് അതിനു കാരണം? അവർ ഭയപ്പെടുന്നു. വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നു. പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആ രീതികളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ സംവിധാനങ്ങളുമുണ്ട്. അതിനെയെല്ലാം ഉപയോഗിച്ച് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയും ഭയപ്പെടുന്നില്ല. വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി. ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാട് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നതാണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റു ചെയ്താലും ആ തെറ്റു ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിക്കുന്നു. ആ സംഘം അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡ്? ആ ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇന്ന് അവർ ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു. ആ അന്വേഷണം CBI ആണ് നടത്തേണ്ടതെന്ന്. ഇതിന്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണത്. അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതെല്ലാം വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നതാണ്. ഞാൻ ഇവിടെ കാണുകയാണല്ലോ. ഇടയ്ക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഒരു പ്രതിപക്ഷ മെമ്പർ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു, എന്താണ് അദ്ദേഹം അവിടെ നിൽക്കുന്നതെന്ന്. അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ്. ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ MLA അങ്ങോട്ട് ചാടിക്കയറുന്ന നില വന്നു. 2-3 അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്നത് കണ്ടു. ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണ് എല്ലാം.
വാച്ച് ആൻഡ് വാർഡ് ആണല്ലോ, മനുഷ്യരാണല്ലോ. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ഒരുമ്പെട്ടത്? എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എന്തിനാണ് അവരെ തള്ളിമാറ്റാൻ നോക്കിയത്? സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡുമാരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. എന്റെ നാട്ടിലൊരു വർത്താനമുണ്ട്, 8 അട്ടിവെച്ചതുപോലെ എന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ല അത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ലെന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ഇതെല്ലാം അപമാനകരമല്ലേ? സാധാരണ പാർലമെന്ററി നടപടിക്രമം അറിയാത്തവരല്ല ഞങ്ങളെല്ലാം. പക്ഷേ അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുന്നു. ഇത് തീർത്തും അപലപനീയമാണ്. ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നതായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ഉയരം കുറഞ്ഞ ആളുകളോട് മുഖ്യമന്ത്രിക്ക് എന്താണ് ദേഷ്യം? മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കണം, മാപ്പ് പറയണം. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകും. പുതിയ കാലത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? ഏതു കാലത്താണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.